മലയാളത്തിലൊരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെ വെച്ച് ചെയ്യാനായിരിക്കും താല്പര്യം? ഇനി അങ്ങോട്ട് തുടർച്ചയായി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആഗ്രഹം മോഹൻലാൽ സാർ, ഇവർ രണ്ടുപേരാണ് ഏറ്റവും ആഗ്രഹം. എല്ലാവരെയും വെച്ചും എല്ലാവരെ പോലെയും ഞാനും ഭയങ്കര ഗ്രീഡിയാണ്. നമുക്ക് അത്യാഗ്രഹം വരും. ആക്ടേഴ്സിൻ്റെ അതുപോലത്തെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ, എല്ലാവരും വെച്ച് ചെയ്യാൻ ഇതാണ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു കഥ വർക്കാവുമ്പോൾ ആ കഥയ്ക്ക് സൂട്ടബിളായിട്ട് വരുന്ന ഒരു ആക്ടർ ആയിരിക്കുമല്ലോ അതിന് ചേരേണ്ടത്. പക്ഷേ ആഗ്രഹിക്കാമല്ലോ, ഒരുപാട് ആഗ്രഹിക്കാമല്ലോ. പിന്നെ മമ്മൂക്ക മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ആഗ്രഹമില്ലാത്ത ഭയങ്കര ആഗ്രഹമാണ്. അത് സംഭവിക്കട്ടെ. ഇപ്പോൾ നമുക്ക് മലയാളം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഒരു ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആളുകൾ വളരെ വിരളിൽ എണ്ണാവുന്ന, പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നിൽക്കുന്ന വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ ഡയറക്ഷൻ സൈഡിൽ. ഇപ്പോൾ എഴുത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ദീപ്തി അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പം ദീപ്തിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സിനിമയാണ്, ഓഫ് കോഴ്സ് ആണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരു വീട്ടമ്മ, ഇതൊക്കെ ഉള്ളിൽ അടക്കിപ്പിടിച്ച്, ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ അടക്കിപ്പിടിച്ച് വീട്ടമ്മയായിട്ട് തന്നെ ജീവിച്ച് മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാതെ പല സാഹചര്യങ്ങൾ കൊണ്ടും ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഓരോ ആളുകൾക്ക് ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്തായിരിക്കും പറയാനുള്ളത്? അത് ഞാനും കുറേ നാൾ ആ ഒരു ഇഷ്യൂയിലൂടെ പോയ ഒരാളാണ്. അതൊരു നമ്മളുടെ വിശ്വാസക്കുറവാണ് നമുക്ക്. അപ്പം നമുക്ക് ഉള്ളിൽ ഏറ്റവും പാഷനേറ്റായിട്ട്, ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നമ്മൾക്ക് ഇതിനകത്ത് പാഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പം ഒരു സാധനം പാഷനേറ്റ് ആണോ എന്ന് നിങ്ങളെങ്ങനെ തിരിച്ചറിയും? അപ്പം നിങ്ങൾക്ക് 3 മേഖല ഇഷ്ടമാണ്, പക്ഷേ സോ യു ഹാവ് ടു ഡു ദാറ്റ് സെൽഫ് വർക്ക് ചെയ്യണം. നമ്മൾ ഹൗ ഡു ഐ നോ ഇഫ് ഐ എം പാഷനേറ്റ് അബൌട്ട് സംതിങ്? നിങ്ങളുടെ ഉള്ളിൽ എന്താണ് അത് ചലിപ്പിക്കുന്നത്? നിങ്ങൾ പാഷനേറ്റ് ആണെന്ന് നിങ്ങൾക്ക് എപ്പോഴും അത് മനസ്സിലാകുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ലൈവ്ലി ആവുന്നതും എക്സൈറ്റഡ് ആവുന്നതും എൻ്റെ എവറി സെൽ ഇസ് ഡാൻസിങ് ആണ് വെൻ ഐ എം ഡൂയിങ് എ ക്രിയേറ്റീവ് പെർസ്യൂട്ട്. എനിക്ക് ടൈം പോകുന്നത് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ വെൻ ഐ എം എൻഗേജ്ഡ് ഇൻ, വിശപ്പില്ല, ദാഹമില്ല, ഉറക്കമില്ല, അതെല്ലാം സന്തോഷത്തോടെയാണ്. അപ്പം അതൊരു പാഷൻ ആണോ ഇല്ലയോ എന്നുള്ളത് സ്വയം നമ്മൾ നല്ലതായിട്ട് നമുക്കൊരു ബോധ്യം വരണം. ബോധ്യം വന്നതിന് ശേഷം നമ്മൾ വിശ്വസിക്കുക നമുക്കിത് പറ്റും എന്നുള്ളത്. ഇതാണ് ഞാൻ പറയാനുള്ളത്. അത് ഉള്ളിൽ നിന്നാണ് ഇതെല്ലാം. ഉള്ളു മാറുമ്പോൾ നമ്മുടെ എത്ര പേര് സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ മാറ്റം ഉണ്ടെങ്കിൽ ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യമേ നമ്മൾ എഴുതി വെക്കുക നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് എന്താണ്. എനിക്ക് 10 ഇഷ്യൂ ഞാൻ കാണുന്നുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ സമയക്കുറവ്. അപ്പോൾ നമ്മളൊന്ന് മാനേജ് ചെയ്ത് നോക്കുക, എപ്പോഴാണ് എനിക്കൊരാഴ്ചയെ സമയം കണ്ടെത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്താലാണ് എനിക്കൊരു 1 hour കിട്ടുക. ഈ 1 hour 2 hour ആകും. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ ഒരു കുഞ്ഞുണ്ടായപ്പം നമ്മൾ ഓർക്കും ഇതെങ്ങനെ മാനേജ് ചെയ്യുന്ന, ഇപ്പം വർക്കുണ്ട്, കുഞ്ഞുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ 2 കുഞ്ഞായപ്പോഴത്തേക്കും ആദ്യത്തെ കുഞ്ഞുണ്ടായതിനേക്കാൾ സമയം, 3 പിള്ളേരായപ്പോൾ ഇറ്റ് വിൽ ഓൾ ഹാപ്പൻ. നമ്മൾ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വഴി കണ്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ റിയലൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഓരോ ചലഞ്ചസിലും നമുക്ക് ഓരോരോ കുഞ്ഞു സൊല്യൂഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ജേർണി ഓഫ് 1000 miles സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്നല്ലേ. ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പിന്നെ റിയലൈസ് ചെയ്യുവാണ് വി ഹവ് ഡൺ ദിസ്, നമ്മൾ ഇത്രയും വന്നു, സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു വലിയൊരു മൗണ്ടൻ ആണെന്ന് ചിന്തിക്കാതെ അതിന് ചെറിയ സ്റ്റെപ്പുകളായിട്ട് കാണുക. നമ്മൾ ആ മൗണ്ടനെ കണ്ട് നമ്മൾ പേടിച്ച് മാറി നിൽക്കും. പക്ഷേ നമ്മൾ കുഞ്ഞു സ്റ്റെപ്പ് എടുത്ത് നോക്കാം. ഞാൻ പഠിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാനൊരു സെറ്റിൽ പോയി വർക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണാം, നമുക്ക് പറ്റാവുന്ന രീതിയിൽ. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം എല്ലാവരും പറയുമല്ലോ, ജെയിംസ് ക്യാമറോൺ വരെ പറയുമല്ലോ, ഒരു മൊബൈൽ എടുത്താൽ ആർക്കും ഷൂട്ട് ചെയ്യാം. അങ്ങനെ അപ്പോൾ പാഷനേറ്റ് ആകുക, ബിലീവ് ചെയ്യുക. കുഞ്ഞു കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സ്റ്റാൻഡേർഡിൽ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കുള്ളിൽ ആ ഡിഫറൻസ്, ഹൗ വാസ് ഐ ബിഫോർ ആൻഡ് ഹൗ ആം ഐ നൗ, ആ ചേഞ്ച് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുമ്പം യു വിൽ ഡു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത്രയാണ് എൻ്റെ ഒരു ഹമ്പിൾ എക്സ്പീരിയൻസ് എന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഉണ്ട്, പക്ഷേ വലുതായിട്ട് അങ്ങനെ പറയാനില്ല. കൂടുതലും ഞാൻ സെൽഫ് ഹെൽപ്പ് ബുക്സിൻ്റെ ആളാണ്. അപ്പം കൂടുതൽ ലിറ്ററേച്ചറിനേക്കാളും കാരണം എനിക്ക് എൻ്റെ മൈൻഡിൽ ആ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ചേഞ്ചസ് വന്നത്. അപ്പം യുവർ ലിമിറ്റേഷൻ ഇസ് ഓൺലി സെറ്റ് ബൈ യുവർ സെൽഫ്. നമ്മൾ ലിമിറ്റ്ലെസ് ആണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അതാ പറഞ്ഞാൽ അതിലോട്ട് എത്താനും ആ ഒരു ഷെൽസ് എല്ലാം ബ്രേക്ക് ചെയ്ത് നമ്മൾ വരാനും നമ്മുടെ ഇൻട്രോസ്പെക്ഷനും നമ്മുടെ സെൽഫ് വർക്കുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ ജേർണി നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഇപ്പം എനിക്ക് എൻ്റെ മമ്മി ഒരു ഹെൽപ്പും സപ്പോർട്ടും ഉണ്ട്. ഐ എം ബ്ലെസ്ഡ്. അപ്പോൾ ഈ ജേർണിയിൽ മമ്മി എന്നെ ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പോൾ പക്ഷേ ഞാൻ സ്റ്റെപ്പ് എടുത്ത് ഞാൻ ഒരു ക്വാളിറ്റിയുള്ള സാധനം മമ്മിക്ക് ആൾക്കാരെ കാണിക്കാവുന്നത് കൊണ്ടുവരണം. മമ്മി അല്ലെങ്കിൽ മമ്മി കാണിക്കത്തില്ല. സോ യു ഹാവ് ടു ഡു ഇറ്റ് ആൻഡ് തിങ്സ് വിൽ ഫോൾ ഇൻ പ്ലേസ്. മറ്റെല്ലാ കാര്യങ്ങളും വരും. നമ്മൾ വിശ്വസിച്ച് ചെയ്യുമ്പം എല്ലാം വരും. ഒരു പെൺകുട്ടി ഇങ്ങനെ ക്രിയേറ്റീവ് ജോബിലേക്ക് കയറി വരുന്നു.
പ്രത്യേകിച്ച് ഡയറക്ഷൻ എഴുതി ഡയറക്റ്റ് ചെയ്താൽ കയറി വരുന്നത് ഒരു വെല്ലുവിളി എന്തായിരിക്കും നേരിടേണ്ടി വന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും ഒരു സപ്പോർട്ട് പിന്നിലുള്ളതുകൊണ്ട് ചിലപ്പം ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഒരു ചലഞ്ച് എന്തായിരുന്നു ശരിക്കും? സുമേഷ്, ഞാൻ എൻ്റെ ഒരു രീതി വെച്ച് ഇപ്പം ഞാൻ എബ്രോഡ് പോയി വേറെ രാജ്യത്തും വേറെ ഭാഷയിലും വേറെ കൾച്ചറിലും എല്ലാം ചലഞ്ചസാണ് നമുക്ക് ലൈഫിൽ. അപ്പം നമ്മൾ നഴ്സിംഗ് തുടങ്ങി, നമ്മൾ പിന്നെ മാനേജ്മെൻറ്റിൽ വന്ന്, അപ്പം ആ ചലഞ്ചസ് എനിക്ക് ഇഷ്ടമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എല്ലാവർക്കും ചലഞ്ചസ് ഉണ്ട്. പെൺകുട്ടി ആയതുകൊണ്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല, ചെയ്യാൻ ചലഞ്ചസ് കൂടുതലാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതിൻ്റെ മെയിൻ കാര്യം, ഞാൻ വളർന്നു വന്ന ഫാമിലി, എൻ്റെ പപ്പയും എൻ്റെ ബ്രദറും, ഈ 2 ആണുങ്ങളും ഈ മമ്മിയുമാണ്, എൻ്റെ സിസ്റ്ററും. അപ്പോൾ എപ്പോഴും എല്ലാത്തിലും എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു, ഞങ്ങളൊന്നിനും റെസ്ട്രിക്റ്റ് ചെയ്തുള്ള ഒരു അപ്ബ്രിങ്ങിങ് അല്ല എനിക്ക്. അപ്പം എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് കിട്ടിയ ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിൽ പോലും സപ്പോർട്ടീവാണ്. അപ്പം ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സൊല്യൂഷനിലോട്ട് ചിന്തിക്കുക. ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ യുവർ പ്രോബ്ലംസ്. നമ്മളത് യു ഹാവ് ടു ഫിഗർ എ വേ ഔട്ട്. എനിക്ക് കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതാണ് ഇഷ്ടം, ഒരുമിച്ച് വരുന്നതാണ് ഇഷ്ടം. പിന്നെ ഒരു പ്രോജക്റ്റ് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദ ഹോൾ തിങ് ഈസ് എ ചലഞ്ച്. നമ്മളൊരു സ്റ്റോറി മനസ്സിൽ കണ്ടിട്ട് ഇതിനു വേണ്ടി പുറപ്പെടുവല്ലേ, സോ ഇറ്റ്സ് ഓൾ എ ചലഞ്ച്. അതൊരു കൺവിക്ഷനാണ്. അപ്പം ആ കൺവിക്ഷനിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റേജിലും ഉണ്ട് ചലഞ്ചസ്. അപ്പം യു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. നമുക്ക് കറക്റ്റ് ആൾക്കാരെ കൊണ്ടുവന്ന് സീക്ക് എക്സ്പെർട്ടീസ്. നമുക്ക് എവിടെ ഷുവർ ഇല്ലാത്ത കാര്യം കൂടുതൽ അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുക, അവരുടെ ഒപ്പീനിയനിലോട്ട് നമ്മൾ വരിക. എല്ലാം ഒരു ഡയറക്ടർ എന്ന് പറയുന്ന, അല്ല റൈറ്റർ എന്ന് പറഞ്ഞ ഒരാൾ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് അല്ലല്ലോ സിനിമയല്ലല്ലോ. അപ്പം അങ്ങനെ ആ മൊമെൻറ്റിൽ വരുന്ന ചലഞ്ചസ് ഫേസ് ചെയ്ത് പോവുക, അതിന് സൊല്യൂഷൻ കാണുകയെന്നേ ഉള്ളൂ ഇതിനൊരു മാർഗം. ഇത്രയും കേട്ടിട്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അവളെൻ്റെ മോളല്ലേ? ഒറ്റ ഡയലോഗിൽ കൊണ്ടുപോയി ഇതല്ല ഇതിനപ്പുറം ചാടിക്കാണെന്ന് പറഞ്ഞല്ലോ. അത് പറയാം. എൻ്റെ മമ്മീനെ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് വേൾപൂൾ ആദ്യമേ ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ഐ ഹാവ് എവർ സീൻ ഇൻ ദ വേൾഡ് ഇസ് മൈ മോം. മമ്മി ഇപ്പോൾ ഗോ ത്രൂ ചെയ്തിട്ടല്ല, എല്ലാവർക്കും കാണാവുന്ന ബബ്ലി ഹാപ്പി മമ്മിയാണ് പബ്ലിക്കിന് അറിയാവുന്നത്. ഞങ്ങൾക്ക് വി നോ ഹർ ആസ് എ പേഴ്സൺ, വി നോ ദ ചലഞ്ചസ് ഷീ ആക്ച്വലി വെന്റ് ത്രൂ. മമ്മി ഒരിക്കലും അങ്ങനെ പബ്ലിക്കിലോട്ട് വന്നിട്ട് അങ്ങനെ ഒരു ഷെയർ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അപ്പം അങ്ങനെ കണ്ടു വളർന്നിട്ടുള്ള ആളാണ് നമ്മളൊക്കെ. അപ്പം നമുക്കറിയാം, നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട് ലൈഫിൽ തൊട്ട് മുന്നിൽ. പിന്നെ എപ്പോഴും നമുക്കൊരു ചലഞ്ച് വരുമ്പം അത് ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. നമ്മളെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ചലഞ്ചസ് എപ്പോഴും നമുക്കൊരു സ്റ്റെപ്പ് പോകണമെങ്കിൽ ചലഞ്ചസ് ക്രോസ് ചെയ്ത് തന്നെ പോകാൻ പറ്റുള്ളൂ. ദാറ്റ്സ് വെരി സ്ട്രൈറ്റ് ഫോർവേഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. നമ്മുടെ ഭാഗത്താണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് അത് വരേണ്ടത്. അപ്പം നമുക്കതൊരു ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളത് ഹെൽപ്പ് ചെയ്യുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, മുന്നോട്ട് പോവുക. ലൈക്ക് നോസ് കേൾക്കാതെ പറ്റത്തില്ല. ഒരു പുതുമുഖ സംവിധായികയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഞാൻ വളരെ ഗാഢമായ അറിവുള്ള ഒരു ടെക്നീഷ്യനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം ഞാൻ റിയലൈസ് ചെയ്യുകയാണ്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇതിനകത്ത് ഇറങ്ങുമ്പോഴേ ലൈക്ക് ഇറ്റ്സ് എ വെൻ യു കമ്മിറ്റ് എ പ്രോജക്റ്റ്, യു ഹാവ് എ പ്രൊഡ്യൂസർ ഹൂ ഇസ് ഇൻവെസ്റ്റിംഗ്. നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത് കോടികളോ ലക്ഷങ്ങളോ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഉള്ളത്. അപ്പം ദാറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. അതൊരു കുട്ടിക്കളിയല്ലല്ലോ, ഇറ്റ്സ് എ ബിസിനസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാനും ലീഡ് ചെയ്യാനും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് പറ്റുള്ളൂ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്.